السلام عليكم ورحمة الله. സൂറത്തു തീനിൻ്റെ പാരായണം നമുക്ക് പരിശീലിക്കാം. ഓരോ വചനത്തിലും വരുന്ന വളരെ അനിവാര്യമായി നാം അറിഞ്ഞിരിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യൽ, മദ് ആരിദ് നൽകൽ അനുവദനീയമാണ്. സൈതൂൻ എന്നിങ്ങനെ നീട്ടുക. വത്തീനി വസ്സൈതൂൻ. അടുത്ത വചനങ്ങളിലും മദ് ആരിദ് നൽകപ്പെടുന്നു. എല്ലാ ആയത്തിലും ഒരേ അളവനുസരിച്ച് ദീർഘിപ്പിക്കണം, അത് ശ്രദ്ധിക്കുക. 6 ഹർക്കത്തിൻ്റെ അളവ് വരെ ദീർഘം നൽകൽ അനുവദനീയമാണ്, അല്ലെങ്കിൽ മിത നിലവാരത്തിൽ 4 ഹർക്കത്തിൻ്റെ അളവ്. വതൂരി സീനീൻ. വഹാദൽ ബലദി. വാവ്, ഹ, ദാല് തുടങ്ങിയ ഹർഫുകളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. വഹാദൽ ബലദിൽ അമീൻ. ലഖദ്. ഖാഫ് ദാലിൻ്റെ ഖൽഖല. ഖ, ല, ഖ, ഖാഫ് എന്നിവയ്ക്ക് തഫ്ഖീം വരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാഫിന് സുക്കൂനുണ്ട്, ഖൽഖല നൽകുക. ഇൻസാനിലെ ഇഖ്ഫാ മണിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം, അവിടെയും ഇഖ്ഫാ ചെയ്ത് മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഫീ അഹ്സനി. മദ് മുൻഫസിൽ ജായിസ്, ദീർഘം നൽകൽ അനുവദനീയമായ മദ്ദാകുന്നു. തഖ്വീം. തഖ്വീം ഖാഫിന് ഖൽഖല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സുമ്മ മണിക്കുക. റദദ്നാഹു. റാഇൻ്റെ തഫ്ഖീം, അതുപോലെ ദാലിൻ്റെ ഖൽഖല. റദദ്നാഹു അസ്ഫല സാഫിലീൻ. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ആമനു വഅമിലു സ്സാലിഹാത്തി. സ്വാദിൽ തഫ്ഖീമുണ്ട്, പെരുപ്പിച്ച് പറയണം. ഫലഹും അജ്റുൻ. മീമിന് ഇൽഹാർ നൽകുക, ഇൽഹാർ ഷഫവി. അജ്റുൻ ഗൈറു. തൻവീനും ഇൽഹാർ ഹൽഖി. ഗൈറു. ഗൈനിനും റായിനും തഫ്ഖീം. മംനൂൻ. അതിലെ സുക്കൂനുള്ള മീമിനും ഇൽഹാറാണ്, മണിച്ചു പോകരുത്.
إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين. ദാല് ഐന് എന്നീ അക്ഷരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. فما يكذبك بعد بالدين. അലൈസല്ലാഹു, അള്ളാഹു എന്ന തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കുമ്പോഴുള്ള ആ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കുക, മഖ്റജ് മാറിപ്പോവരുത്. ബി അഹ്കമിൽ ഹാക്കിമീൻ, ഹാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യമാണ്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ആ അക്ഷരം ഉത്ഭവിക്കുന്നത്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ.